ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരള സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്തി. രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി നാളെ അനാച്ഛാദനം ചെയ്യും. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നത അധികാര സമിതി ലഡാക്കിലെ നേതാക്കളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കേരളം, മണിപ്പൂർ, ത്രിപുര സംസ്ഥാനങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഒളിമ്പിക് മെഡൽ ജേതാവും ജാവലിൻ ത്രോ താരവുമായ നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്തി. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ച് 4-വീൽ ഡ്രൈവ് ഗൂർഖ എമർജൻസി വാഹനത്തിലാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തിയത്. സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ പൂർണ്ണ കുംഭം നൽകി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് സ്വീകരിച്ചു. മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ദർശനത്തിനു ശേഷം രാഷ്ട്രപതി തിരുവനന്തപുരത്ത് രാജ്ഭവനിലെത്തി. വിശദാംശങ്ങളിലേക്ക്. രാഷ്ട്രപതി നാളെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. തുടർന്ന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനവും ശ്രീമതി മുർമു നിർവഹിക്കും. പാലാ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും രാഷ്ട്രപതി നാളെ പങ്കെടുക്കും. മറ്റന്നാൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ശേഷം ശ്രീമതി മുർമു ഡൽഹിക്ക് മടങ്ങും. 4 ദിവസത്തെ കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്നലെ വൈകുന്നേരമാണ് തിരുവനന്തപുരത്തെത്തിയത്. സന്ദർശനത്തോടനുബന്ധിച്ച് തലസ്ഥാന നഗരിയിൽ കർശന സുരക്ഷ നിലനിൽക്കുകയാണ്. ഇന്നും നാളെയും നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിൽ നാളെയും മറ്റന്നാളും മാറ്റം വരുത്തി. ജില്ലയിലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളും നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് മുൻപായി പ്രവർത്തനം അവസാനിപ്പിക്കണം. കോട്ടയം താലൂക്കിലെ എല്ലാ സ്കൂളുകളും വെള്ളിയാഴ്ച രാവിലെ 8:30-ന് മുൻപായി പ്രവർത്തനം ആരംഭിക്കണമെന്നും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ നിർദ്ദേശം നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നത അധികാര സമിതി ലഡാക്കിലെ നേതാക്കളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ലേയിൽ കഴിഞ്ഞ മാസം ഉണ്ടായ അക്രമ സംഭവങ്ങൾക്ക് ശേഷമുള്ള ആദ്യ ചർച്ചയാണിത്. ലഡാക്കിന് സംസ്ഥാന പദവി നൽകുക, 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയവ ചർച്ചയായി. ഒളിമ്പിക് മെഡൽ ജേതാവും ജാവലിൻ ത്രോ താരവുമായ നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും ചേർന്നാണ് ബഹുമതി കൈമാറിയത്. നീരജ് ചോപ്രയുടെ അച്ചടക്കം, അർപ്പണബോധം തുടങ്ങിയ ആദർശങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനമാകുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. 2016-ൽ ഇന്ത്യൻ ആർമിയിൽ ചേർന്ന നീരജ് ചോപ്ര കരസേനയുടെ രജപുതാന റൈഫിൾസിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളം, മണിപ്പൂർ, ത്രിപുര സംസ്ഥാനങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 3 സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. 3 ഇടങ്ങളിലായി റിപ്പോർട്ട് ചെയ്ത 3 വ്യത്യസ്ത സംഭവങ്ങളിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണത്തിന്റെ നിലവിലെ സ്ഥിതിയും ഇതുവരെ എടുത്ത നടപടികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 2ാം-ഘട്ട തിരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം 6-നും 2ാം-ഘട്ട വോട്ടെടുപ്പ് 11-നുമാണ് നടക്കുക. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻനിര നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണ രംഗത്തുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അന്തിമ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 1031 പേരിൽ അർഹതപ്പെട്ടവർക്ക് ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. 2017-ൽ തയ്യാറാക്കിയ പ്രാഥമിക ലിസ്റ്റിൽ ഉൾപ്പെട്ടതും അന്തിമ ലിസ്റ്റിൽ നിന്ന് പിന്നീട് ഒഴിവാക്കപ്പെട്ടവരുമായ ദുരിതബാധിതർക്കാണ് ധനസഹായം നൽകുന്നത്. ഭൂരഹിത ഭവനരഹിത പട്ടികയിൽപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ 50 അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു.
കേന്ദ്രസേനകളിലും രാജ്യത്തെ സുരക്ഷയിലും വിശ്വാസം വർദ്ധിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ലഫ്റ്റനന്റ് ജനറൽ രാജ് ശുക്ല എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുദ്ധം കേവലം അതിർത്തികളിൽ മാത്രമല്ല നടക്കുന്നതെന്നും മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധരീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരണം അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. अगर हमें इन बदली परिस्थितियों का सामना करना है तो हमारी डिफेंस स्ट्रेटजीज को अधिक कोऑर्डिनेटेड, एडेप्टिव और प्री इम्प्टिव होना होगा. और हमारी सरकार ने फ्यूचर रेडी और रोबस्ट आर्म फोर्सेस के निर्माण के लिए कई बोल्ड और डिसाइसिव रिफॉर्म्स भी किए हैं. और ये रिफॉर्म्स भारत की नेशनल सिक्योरिटी के साथ साथ हमारी स्ट्रेटेजिक ऑटोनॉमी को भी इंश्योर करते हैं. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ജർമ്മനി സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ സന്ദർശനം സുപ്രധാന നാഴികക്കല്ലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വ്യാവസായിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ജർമ്മൻ സാമ്പത്തിക കാര്യമന്ത്രിയുമായി ശ്രീ ഗോയൽ ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിലും വ്യാപക മഴ തുടരുകയാണ്. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി. മലയോര മേഖലയിലാണ് മഴയുടെ കാഠിന്യം കൂടുതൽ. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ പലയിടങ്ങളിലും ജനജീവിതത്തെ ബാധിച്ചു. തളിപ്പറമ്പ് തിരുമേനി വില്ലേജിൽ മിന്നലേറ്റ് ഒരു വീടിന് ഭാഗികമായി കേടുപറ്റി. പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 7 തുറന്നു. ജില്ലയിൽ വരും മണിക്കൂറുകളിൽ കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ICC വനിതാ ലോകകപ്പിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് 245 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 9 വിക്കറ്റ് നഷ്ടത്തിൽ 244 റൺസ് നേടി. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഓസീസ് 7 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് എന്ന നിലയിലാണ്. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും ഇതിനകം സെമി ഫൈനലിന് യോഗ്യത നേടിയിരുന്നു. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആതിഥേയരായ തിരുവനന്തപുരം ജില്ലയ്ക്ക് മുന്നേറ്റം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 73 സ്വർണവും 55 വെള്ളിയും 73 വെങ്കലവും കരസ്ഥമാക്കി 631 പോയിന്റോടെ തിരുവനന്തപുരം പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. 376 പോയിന്റുമായി കണ്ണൂർ 2ാം സ്ഥാനത്തും 284 പോയിന്റുമായി തൃശൂർ 3ാം സ്ഥാനത്തുമാണ്. പുതുക്കിയ GST നിരക്കുകൾ ആരോഗ്യമേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്നതായി കേന്ദ്ര സർക്കാർ. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ GST എടുത്തുമാറ്റി. ബാൻഡേഡ്, ഗ്ലൂക്കോമീറ്റർ, തെർമോമീറ്റർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങളുടെ GSTയും 12ൽ നിന്നും 5% കുറച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡേഴ്സ് കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ കമാൻഡേഴ്സ് കോൺഫറൻസിന് അതീവ പ്രാധാന്യമാണുള്ളത്. സേനാ മേധാവിമാർ, നാവിക കമാൻഡർമാർ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കര, നാവിക, വ്യോമസേനകൾക്കിടയിലെ സംയുക്ത പ്രവർത്തനങ്ങളുടെ സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ 3 ദിവസത്തെ കോൺഫറൻസിൽ നടക്കും. കാഴ്ച വൈകല്യമുള്ളവർക്ക് ജുഡീഷ്യൽ സേവനങ്ങളിൽ തൊഴിൽ നിഷേധിക്കാൻ കഴിയില്ല എന്ന സുപ്രധാന വിധി നടപ്പിലാക്കാൻ സുപ്രീംകോടതി മധ്യപ്രദേശ് ഹൈക്കോടതിക്ക് 4 മാസത്തെ സമയം അനുവദിച്ചു. സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ച് ചട്ടങ്ങൾ അന്തിമമാക്കുന്ന പ്രക്രിയയിലാണെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. വനവിസ്തൃതിയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ 9ാം സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ പരിസ്ഥിതി സംരക്ഷണത്തിൽ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. വനസംരക്ഷണം, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള സർക്കാരിന്റെ നയപരിപാടികളുടെ വിജയമാണിതെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ശബരിമലയിൽ ദർശനം നടത്തി. രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ രാഷ്ട്രപതി നാളെ അനാച്ഛാദനം ചെയ്യും. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നതാധികാര സമിതി ലഡാക്കിലെ നേതാക്കളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കേരളം, മണിപ്പൂർ, ത്രിപുര സംസ്ഥാനങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഒളിമ്പിക് മെഡൽ ജേതാവും ജാവലിൻ ത്രോ താരവുമായ നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി.
കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ജാഗ്രതാ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.